ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോലീസ് അല്ലേ, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷകളുണ്ടല്ലോ. +2 ലെവൽ പ്രിലിമിനറി കഴിഞ്ഞ് +2 ലെവൽ മെയിൻസിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ സിലബസിൽ തന്നെയുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് പോർഷൻസ് ആയിരിക്കും നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. അതായത് 4 മാർക്കിനാണ് IPC ഇന്ത്യൻ പീനൽ കോഡ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിലുള്ള ജനറൽ എക്സെപ്ഷൻസ് ഇൻ IPC ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ IPC എന്താണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്തതായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ അടുത്ത സെക്ഷനായിട്ടാണ് നമ്മൾ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന പാർട്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ സെക്ഷൻ 81, സെക്ഷൻ 82, സെക്ഷൻ 83, സെക്ഷൻ 84, 85, 89, 80, 88, 89, 92 ഇത്രയും സെക്ഷൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ജനറൽ എക്സെപ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജനറൽ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ കുറ്റം അല്ലാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ എക്സെംപ്റ്റഡ് ആണെന്ന് പറയും നിയമത്തിൽ നിന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ കുറ്റം അല്ല, ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചില ആൾക്കാർ ചെയ്യുന്നത് കുറ്റമല്ല. അപ്പം ആ ജനറൽ എക്സെപ്ഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേഴ്സണലി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രൈംസ് ആണ്. അപ്പോൾ ഈ ക്രൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ക്രൈം അല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 76 ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യം. അതായത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കാരണമോ അല്ലെങ്കിൽ പുള്ളി നിയമപരമായോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആക്ട്സുകൾ ഒന്നും തന്നെ എന്തല്ല, ക്രൈം അല്ല. അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ സ്ട്രൈക്ക് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മോബ് ആയിട്ടുള്ള വയലൻസ് വരുമ്പോൾ അവിടെ അതിന് കൂട്ടത്തിൽ കുട്ടികൾ വരെ കാണും. പക്ഷെ എന്ത് ചെയ്യും ഇവര്, നമ്മുടെ ഈ സോൾജേഴ്സ് ആയാലും പോലീസ് ഫോഴ്സ് ആയാലും അവരെന്ത് ചെയ്യും, ഫോഴ്സ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഫോഴ്സ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും എന്താവില്ല, അതൊരു ക്രൈം അല്ല എന്നുള്ളതാണ്. ബിക്കോസ് ദേ ആർ ബൗണ്ട് ബൈ ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ലൈക്ക് ഞാൻ നിയമപരമായിട്ട് ക്രൂഷ്യലായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു എന്താവില്ല, ക്രൈം ആവില്ല. പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്യണം, ലൈക്ക് ഞാനത് ബിലീവ് ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ഈ ജനറൽ എക്സെപ്ഷൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ സെക്ഷൻസും നത്തിങ് ഈസ് ആൻ ഒഫൻസ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ who is or who bound by reason of mistake of fact and not by reason of a mistake of law in good faith believes himself to be bound by law to do it. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യം പുള്ളി ചെയ്തു, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമോ എന്തെങ്കിലും ഹേർട്ടോ ഉണ്ടായാൽ അത് എന്തിലും വരില്ല, ദാറ്റ് ഇസ് നോട്ട് എ ക്രൈം. അപ്പോൾ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് എ സോൾജിയർ ഫയർസ് ഓൺ മോബ് ബൈ ഓർഡർ ഓഫ് ഹിസ് സുപ്പീരിയർ ഓഫീസർ ഇൻ കൺഫോമിറ്റി വിത്ത് ദി കമാൻഡ്സ് ഓഫ് ലോ, ഹി ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ്. അടുത്തത് an officer of court of justice being ordered by that court to arrest Y. അപ്പോൾ ഒരു കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഓഫീസറാണ് എ, ഞാനാണ് എ എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കോടതി പറയാണ് വൈനെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ എൻക്വയറിക്ക് ശേഷം മനസ്സിലായത്, ഞാൻ എൻക്വയറി നടത്തി, അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇയാളാണ് വൈ. ഞാൻ കുറേ ആൾക്കാരുടെ ചോദിച്ചപ്പോഴും അയാളാണ് വൈ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വൈ ആണെന്ന് വിചാരിച്ച് വേറൊരാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതെന്താവില്ല, ഇറ്റ് ഇസ് നോട്ട് ആൻ ഒഫൻസ്. അതാണ് ഇതിൽ പറയുന്ന കാര്യം. 76 നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഒരു സെക്ഷൻ വിട്ട് പോകുന്നത് ഇസ് നോട്ട് ഗുഡ്. അതുകൊണ്ടാണ് എല്ലാം പഠിപ്പിച്ചു പോകുന്നത്. അടുത്തത് ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിങ് ജുഡീഷ്യലി, ജുഡീഷ്യൽ പവറിൽ ഇരിക്കുന്ന ജഡ്ജിന്റെ ആക്ടാണ്. അപ്പോൾ നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ ജഡ്ജ് വിച്ച് ഇസ് ആക്ടിങ് ജുഡീഷ്യലി ഇൻ എക്സസ് ഓഫ് എനി പവർ. അടുത്തത് 78 പറയുന്നത് ഓർഡർ ഓഫ് കോർട്ടിന്റെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ നടത്തുന്ന ആക്ട്സുകളൊന്നും എന്തല്ല, കുറ്റമല്ല. ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 81 തൊട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞു പോകുന്നുള്ളേ ഉള്ളൂ, ബിക്കോസ് ജനറൽ എക്സെപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 76 തൊട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു പോയത്. 79 എന്ന് പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ജസ്റ്റിഫൈഡ് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ ലോ. നമ്മൾ ജസ്റ്റിഫൈ, ഇപ്പം നമ്മൾ ആക്ട് ഇസ് ഡൺ ബൈ, നത്തിങ് ഇസ് ആൻ ഒഫൻസ് ഇസ് ഡൺ ബൈ എ പേഴ്സൺ ഹു ഇസ് ജസ്റ്റിഫൈഡ് ബൈ ലോ. നിയമപരമായിട്ട് അയാളെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കാരണമാണ് പുള്ളി അങ്ങനെ ചെയ്തത്, ഒരു ഗുഡ് ഫെയ്ത്തിൽ ബിലീവ് ചെയ്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. അപ്പോൾ എ സീസ് ഇസഡ് കമ്മിറ്റ് വാട്ട് അപ്പിയേഴ്സ് എ ടു ബി മർഡർ. അപ്പോൾ നമ്മൾ മറ്റേ സിനിമ കണ്ടല്ലോ 2020
മോഹൻലാൽ ആദ്യം പറയുന്നുണ്ടായിരുന്നത് ആരോ കുത്തിയിട്ട് ഓടുന്നു ഞാൻ കത്തിയെടുത്ത് ഊരി എന്ന് പറയും. അതുപോലെയാണ്. അതായത് എ കാണുകയാണ് ലൈക്ക് ഇസഡ് കമ്മിറ്റ്സ് ടു എ മർഡർ കാണുകയാണ്. അപ്പം അത് അങ്ങനെ വിചാരിച്ചിട്ട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോപ്പർ അതോറിറ്റീസിനെ അറിയിക്കുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇസഡ് എന്ത് ചെയ്യായിരുന്നു, സെൽഫ് ഡിഫെൻസിൽ ആക്ട് ചെയ്യുമായിരുന്നു എന്ന്. അപ്പൊ ആ രീതിയിലും കൂടെ വരുന്നുണ്ട് ഈ ഒരു 79. ഇനി ആക്സിഡന്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്, ഇത് നമ്മുടെ സിലബസിലില്ല, സിലബസിൽ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ പറയുന്നുള്ളേ ഉള്ളൂ. Nothing is an offense which is done by accident or misfortune and without any criminal intention or knowledge in the doing of lawful act in a lawful manner. By lawful means with proper care and caution. അതായത് ഇപ്പൊ പ്രോപ്പർ കെയറും കോഷനും എല്ലാം എടുത്തു. ഇപ്പൊ ഫ്ലഡിന്റെ കാര്യമാവട്ടെ, അപ്പൊ ആ എല്ലാം എടുത്തിട്ട് പോലും അവിടെ എന്തോ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആക്സിഡന്റോ സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ സംഭവിച്ചെങ്കിൽ അതെന്തല്ല, ഇറ്റ്സ് നോട്ട് എൻ ഒഫെൻസ്. ഓക്കെ. എ ഒരു ഹാച്ചറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു വിത്ത് ഹാച്ചറ്റ് ആൻഡ് ഹെഡ് ഫ്ലൈസ് ഓഫ് ആൻഡ് കിൽസ് എ മാൻ ഹു ഈസ് സ്റ്റാൻഡിങ് ബൈ. അതായത് ഇപ്പം നമ്മൾ തടിമെല്ലിലൊക്കെ തടി ഉരുണ്ടു പോയി കാല് വീണ് ആൾക്കാർ മരിക്കുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും എന്തില്ല, ഇതിൽ വരത്തില്ല. അപ്പം അങ്ങനെ ഒരു ക്രൈം ആവില്ല എന്നുള്ളതാണ്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ എന്തോ ഒരു മിസ്ഫോർച്യൂൺ എന്തോ ഒരു ആക്സിഡന്റോ കാരണം തടി ഊരി വന്ന് പുള്ളിയുടെ കാലിൽ കൂടെ കയറിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യാം, വി ക്യാൻ ഡു. അടുത്തത് സെക്ഷൻ 81, വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ സിലബസിലുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റാത്ത കുറച്ച് സെക്ഷൻസ് ആണ്, പക്ഷെ ഡോക്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ട സെക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഒരു ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഒരു സർജറി ചെയ്യുകയാണ്, നമ്മൾ അയാളും ഞാനും തമ്മിലുള്ള സിനിമ ആലോചിച്ചാൽ മതി. അത് ഡോക്ടർ എന്ത് ചെയ്യാണ്, ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാതെ പുള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, ഒരാളുടെ ഹാം ചെയ്യണമെന്നില്ല, പക്ഷേ ആ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഹാം ഉണ്ടാവും. അതാണ് സെക്ഷൻ 81. ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിതൗട്ട് ക്രിമിനൽ ഇന്റന്റ് ടു പ്രിവെന്റ് അനദർ ഹാം. ഒരു വലിയൊരു ഹാമിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹാം നടത്തുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവര് ഈ പാർലമെന്റിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഇങ്ങനെ മാർച്ച് ചെയ്ത് വരികയാണ്. ചില ആൾക്കാരുടെ കയ്യിൽ കത്തിയും സംഭവങ്ങളും ഉണ്ടെന്ന് അവർക്ക് പോലീസിന് വിവരം കിട്ടി. അപ്പോൾ പോലീസ് എന്ത് ചെയ്യാണ്, പോലീസ് ആക്ട് ചെയ്യാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് കൊച്ചു ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പം ഈ പോലീസ് എന്ത് ചെയ്യുമായിരിക്കും, ഉറപ്പായിട്ടും ഒരു വലിയൊരു ഹാം തടയാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവർ മോബിനെ യൂസ് ചെയ്ത് അവർ കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നത്തിങ് ഈസ് എൻ ഒഫൻസ് merely by reason of its being with the knowledge that it is likely to cause harm. നമ്മൾ മനസ്സിലാവുകയാണ്, ഇപ്പൊ മോബ് ഇപ്പോൾ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും, അതൊരു ഹാം ഉണ്ടാക്കും നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വലിയ ഹാമിൽ നിന്ന് തടയാൻ വേണ്ടി ഒരു ചെറിയ ഹാം ഓക്കെ എന്നുള്ളതാണ് സെക്ഷൻ 81. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിക്കാം. നത്തിങ് ഈസ് എൻ ഒഫൻസ് merely by reason of its being done with the knowledge that is like to cause harm. ഇവിടെ നോളജ് ഉണ്ട്, പക്ഷെ ഇഫ് ഇറ്റ് ഡൺ വിതൗട്ട് എനി ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, പക്ഷെ നോളജ് ഉണ്ട്, ഗുഡ് ഫെയ്ത്തിലാണ്. അതാണ് ഇവിടെ വരുന്ന 3 പോയിന്റ്സ്. നോളജ് ഉണ്ട്, ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ whether the harm to be prevented or avoided were of such as nature and so imminently to justify the excuse the risk of doing the act with the knowledge that it was likely to cause harm. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കോടതിയിൽ ഒരു കാര്യം വരുമ്പോൾ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ കോടതി ചോദിക്കും എന്തായിരുന്നു നിങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വലിയ ഹാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നോളജോടുകൂടി നമ്മൾ പറയണം. അത്രയേ ഉള്ളൂ. സെക്ഷൻ 81 തന്നെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് the captain of steam vessel suddenly without any fault or negligence of his part finds himself at a position before he can stop his vessel he must inevitably run down a boat B with 20 or 30 passengers on board unless he changes the course of vessel, and then that by changing the course he must incur risk of running down boat C with only 2 passengers on board which may be possibly clear. അതായത് ഒരു സ്റ്റീം വെസലിന്റെ ക്യാപ്റ്റൻ ആണ് എ. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു ഫോൾട്ടും ഒരു നെഗ്ലിജൻസും ഉണ്ടായിട്ടില്ല. പോയിന്റ് നമ്പർ 1, ഫൈൻഡ് ഹിംസെൽഫ് ദാറ്റ് സച്ച് എ പൊസിഷൻ ദാറ്റ് പുള്ളിക്ക് വെസൽ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ആൾക്കാരെ ഈ വലിയ വെസലിൽ നിന്ന് എന്ത് ചെയ്യണം, മാറ്റണം. അങ്ങനെയാണെങ്കിൽ പുള്ളി ഇന്നെവിറ്റബിളി ഒരു ബോട്ട് ബി റൺ ഡൗൺ ചെയ്യണം, ഒരു 20-30 പാസഞ്ചേഴ്സിനെ അതിലോട്ട് കയറ്റി വിടണം. അൺലെസ് ഹി ചേഞ്ചസ് ദ കോഴ്സ് വിത്ത് വെസൽ that by changing he must incur risk of running down a boat C. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ബോട്ട് സിയിൽ 2 പാസഞ്ചേഴ്സ് പോകുന്ന ബോട്ട് സി എന്ത് ചെയ്യും, അത് റിസ്ക് ആണ്. അപ്പോൾ ആ ബോട്ട് സിനെ പുള്ളിക്ക് വിടാൻ പറ്റില്ല, പക്ഷെ ബോട്ട് ബിനെ വിടാം 20-30 പാസഞ്ചേഴ്സ് വെച്ച്. അപ്പോൾ 2 പാസഞ്ചേഴ്സിന്റെ കാര്യം അവിടെ പ്രശ്നമാണ്. സോ 2 പാസഞ്ചേഴ്സ് ആണോ വലുത് 30 പാസഞ്ചേഴ്സ് ആണോ വലുത്? ഓഫ് കോഴ്സ് 30 പാസഞ്ചേഴ്സ്. അപ്പം
ഒരു ഇന്റൻഷൻ ഇല്ലാതെ തന്നെ ബോട്ട് സീനെ റൺ ഡൗൺ ചെയ്യുന്നു. അതായത് ഈ 2 പാസഞ്ചേഴ്സ് പോകുന്ന ബോട്ടിനെ എടുത്ത് കളയുന്നു. അങ്ങനെ ഗുഡ് ഫെയ്ത്തിൽ ഒരു വലിയൊരു ഡേഞ്ചറിനെ ചെറിയൊരു ഡേഞ്ചറിൽ നിന്ന് മാറ്റുകയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഹീസ് നോട്ട് ഗിൽറ്റി ഓഫ് ഒഫൻസ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, എ ഇൻ എ ഗ്രേറ്റ് ഫയർ പുൾസ് ഡൗൺ ഹൗസസ് in order to prevent conflagration from spreading. He does this with intention in good faith of saving human life or property. Here, if it be found that the harm to be prevented was of such nature and so imminent as to excuse A's act, A is not guilty of offense. എ എന്ന് പറയുന്നത് ഒരു ഹൗസസ് ഇങ്ങനെ പുൾ ഡൗൺ ചെയ്യാണ്. ബാക്കിയുള്ള ഹൗസസിനെ ഇതിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നതിന്, കോൺഫ്ലഗ്രേഷനെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹൗസസ് പുൾ ഡൗൺ ചെയ്യാണ്. അപ്പോൾ പുള്ളി ബാക്കിയുള്ള ഹ്യൂമൻ ലൈഫ് വലിയൊരു ഡേഞ്ചറിനെ, ബാക്കി ഹ്യൂമൻ ലൈഫ് പ്രോപ്പർട്ടീനെ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഗുഡ് ഫെയ്ത്ത് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യമാണ്. നോളജ് ഉണ്ട്, ഇന്റൻഷൻ ഇല്ല, ഗുഡ് ഫെയ്ത്ത് ചെയ്യുന്ന കാര്യമാണ്, ഒരു വലിയ ഹാം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതാണ് സെക്ഷൻ 81. അടുത്തത് സെക്ഷൻ 82. ഇത് വളരെ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 82 ഓഫ് IPC. ഇതിൽ ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years of age, 7 വയസ്സ് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ഒന്നും എന്തല്ല, ക്രൈം അല്ല. നത്തിങ് ഈസ് എൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ ചൈൽഡ് അണ്ടർ 7 years of age. വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ആക്ട് ഓഫ് ചൈൽഡ് എബവ് 7 ആൻഡ് അണ്ടർ 12, അതായത് 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക്, അവിടെ ഇമ്മച്യൂർ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതും എന്തല്ല, അതും ക്രൈം അല്ല. ഇഫ് who has not attained sufficient maturity of understanding to judge the nature and consequences of his conduct on that occasion. ഇപ്പോൾ 8 വയസ്സായ ഒരു കുട്ടിയാണ്, അത്ര ഇമ്മച്യൂർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടി എന്ത് ചെയ്യാണ്, ആരെങ്കിലും എവിടെന്നോ പോലീസിന്റെ തോക്ക് കിട്ടി ആരോ വെടിവെച്ചു. അവിടെ അതൊരു ഒഫൻസ് ആണോ അല്ലേന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ കുട്ടിക്ക് ഇമ്മച്യൂർ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ളതാണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. Okay, so that is the problem with section 83 and 82. 82 എന്ന് പറയുന്നത് 7 years നെ ഡീൽ ചെയ്യുന്നു. 83 എന്ന് പറയുന്നത് 7 to 12 years of age. Okay. 84 important ആണ്. 82 പോലെ തന്നെയാണ്, വേണമെങ്കിൽ ഈവൻ നമ്പർ എന്ന് വെച്ച് പഠിക്കാം. 82, 84. ഇത് അൺസൗണ്ട് മൈൻഡ് ആണ്, അതായത് ബുദ്ധിസ്ഥിരതയില്ലാതെ അൺസൗണ്ട് മൈൻഡ്. അത് നമ്മുടെ ലീഗൽ അൺസൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ ലീഗൽ അൺസൗണ്ട്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്രൈം ചെയ്യുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്തിരിക്കണം, പുള്ളിക്ക് ബോധമുണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു സ്റ്റേജിലായിരുന്നോ, ലൈക്ക് കോൺസിക്വൻസസ് ഓഫ് ദി ആക്ട്, പുള്ളി ചെയ്യാൻ പോകുന്ന ആക്ടിന്റെ കോൺസിക്വൻസ്, ഇനി വരുന്ന കാര്യങ്ങൾ പുള്ളി നേരിടാനായിട്ടുള്ള തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് 2 ടൈപ്പ് ഓഫ് ഇൻസാനിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ഇൻസാനിറ്റി എന്ന് പറയുന്നത് ലീഗൽ ഇൻസാനിറ്റി, രണ്ടാമത്തത് മെഡിക്കൽ ഇൻസാനിറ്റി. അപ്പൊ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രൈം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് അൺസൗണ്ട് ആയിരുന്നോ, പുള്ളിയുടെ മൈൻഡ് അൺസൗണ്ട് ആയിരുന്നോ എന്നുള്ളതാണ്. നത്തിങ് ഈസ് എൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ പേഴ്സൺ ഹു അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ്. അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ, ഹു അറ്റ് ദി ടൈം ഓഫ് ഡൂയിങ്. At the time of doing it, by the reason of unsoundness mind, he is capable of knowing the nature of act or that he is doing what is either wrong or contrary to law. ആ സമയത്ത് പുള്ളിക്ക് ബോധം ഉണ്ടായിരിക്കണം. ഈ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അടുത്തത് 85 ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ അഗെയിൻസ്റ്റ് ഹിസ് വിൽ. അറിയാലോ, ഇപ്പൊ നമ്മളെ മയക്കുമരുന്ന് നടത്തി അല്ലെങ്കിൽ നമ്മളെ കള്ള് കുടിപ്പിച്ച് ഇൻടോക്സിക്കേറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ കൊണ്ട് ക്രൈം ചെയ്യിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ നമ്മൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഉള്ളതാണ്. എന്നും പറഞ്ഞാൽ നമുക്ക് കള്ളും കുടിച്ച് എല്ലാവരെയും കൊല്ലാൻ പറ്റില്ല. സെക്ഷൻ 85 ഡീൽസ് വിത്ത് an active person incapable of judgment by reason of intoxication caused against his will. പുള്ളിയുടെ സമ്മതമല്ലാത്ത രീതിയിൽ ഇൻടോക്സിക്കേഷൻ നടത്തി അതുവഴി ക്രൈം ചെയ്യുകയാണെങ്കിലാണ് 85 ഡീൽ ചെയ്യുന്നത്. അതൊരു ഒഫൻസ് അല്ല. At the time of doing it, കണ്ടോ, എല്ലായിടത്തും at the time of doing it ആണ്. At the time of doing it, by the reason of intoxication, incapable of knowing the nature of act, or that he is doing what is either wrong or contrary to the law, provided that the thing which intoxicated him was administered to him without his knowledge or against his will. ഇതിൽ നമുക്ക് കുറുപ്പ് സിനിമ കൊണ്ടുവരാം, നമ്മുടെ ചാക്കോനെ കുറിപ്പിച്ച്. അപ്പം പുള്ളി വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുള്ളിനെ ലിക്വിഡ് കൊടുക്കുന്നത് അല്ലെ. സോ അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പൊ 85 an active person incapable of judgment, പുള്ളിക്ക് ജഡ്ജ്മെന്റ് ഇൻകേപ്പബിൾ ആണ്. കാരണം ഇത് ജഡ്ജ്മെന്റ് ഉദ്ദേശിക്കുന്നത്
പുള്ളി ചെയ്യുന്നതിന്റെ കാര്യയുടെ പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ്, അത് പുള്ളിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഇൻടോക്സിക്കേഷൻ ആയിരിക്കണം. ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്നത് പുള്ളിയുടെ അറിവില്ലാതെയോ പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളിയുടെ സമ്മതമില്ലാതെയോ പുള്ളിയുടെ അറിവില്ലാതെയോ ചെയ്യുന്നതിനെയാണ് സെക്ഷൻ 85 വരുന്നത്. അതൊരു ഒഫൻസ് അല്ല. ഓക്കെ, സോ that's it. 86 എന്ന് പറയുന്നത് offense requiring a particular intent or knowledge committed by one who is intoxicated. ഓക്കെ, അപ്പോൾ ഇതിലൊരു പെർട്ടിക്കുലർ ഇന്റന്റ് അല്ലെങ്കിൽ നോളജ് ഉണ്ട്, പക്ഷേ ഇൻടോക്സിക്കേറ്റ് ചെയ്ത ഒരാൾ, ഇതാണ് കള്ളുടിയന്മാരുടെ കാര്യം 86-ൽ. അപ്പം എന്ന് പറയുമ്പോൾ ഇൻ കേസസ് വെയർ ആക്ട് ഇസ് ഡൺ വിത്ത് ഇസ് നോട്ട് ആൻ ഒഫൻസ് അൺലെസ് അണ്ടിൽ ഡൺ വിത്ത് എ പെർട്ടിക്കുലർ നോളജ് ഓർ ഇന്റന്റ്. പെർട്ടിക്കുലർ ഇന്റൻഷൻ ഇല്ലാതെ പുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ്. ദർ ഇസ് നോ ഇന്റൻഷൻ. അത് മാത്രമല്ല എന്താ പറയുക, മയക്കുമരുന്ന് അല്ലെങ്കിൽ ആ ഒരു ഇൻടോക്സിക്കേഷൻ കാരണം പുള്ളിക്ക് ഇത് എന്താണ് ഇനി കോൺസിക്വൻസ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പുള്ളി ഇൻടോക്സിക്കേഷൻ അല്ലായിരുന്നെങ്കിൽ പുള്ളി ഇത് ചെയ്യുമോ? unless the thing which intoxicated him was what administered to him without his knowledge or against his will. ഇതിനെ സപ്പോർട്ട് ചെയ്ത് സെക്ഷൻ 85-നെ സപ്പോർട്ട് ചെയ്ത് വരുന്ന സെക്ഷനാണ് 86. ഒഫൻസ് എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ ഇന്റന്റോ പെർട്ടിക്കുലർ നോളജോ പുള്ളിക്ക് അറിയാമായിരുന്നു, ബട്ട് ബൈ ദ വൺ ഹൂ ഇസ് ഇൻടോക്സിക്കേറ്റഡ്. ആ കേസസിൽ ആക്ട് ചെയ്യുന്നത് ഒഫൻസ് അല്ല, അൺലെസ് ഡൺ വിത്ത് എ പെർട്ടിക്കുലർ നോളജ്. ഇവിടെ നോളജും ഇന്റൻഷനും വേണം. And the person who does the act in a state of intoxication shall be liable to dealt with it if he had some knowledge. Knowledge ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഡെൽറ്റ് ചെയ്യുന്നത് അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. സെക്ഷൻ 86 ആണ് offense requiring a particular intent or knowledge committed by the one who is intoxicated. ഇവിടെ നമ്മൾ ഇൻടോക്സിക്കേഷൻ പരമായിട്ട് ചെയ്യുന്ന ആളുടെ ആക്ട് പറയുന്നു. ഇവിടെ ഒഫൻസിൽ എന്ത് വേണം? ഒരു ഇന്റൻഷനും നോളജും പ്രൂവ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ 85-ഉം 86-ഉം ഒരുമിച്ച് വരും. സെക്ഷൻ 87, act not intended and not to be likely to cause death or grievous hurt done by the consent. ആക്ട് ഇന്റൻഷൻ ഇല്ല, എനിക്ക് ഇന്റൻഷൻ ഇല്ല, എനിക്ക് ആരെയും കൊല്ലണമെന്നുമില്ല, ഹേർട്ട് ചെയ്യണമെന്നുമില്ല, പക്ഷെ എൻ്റെ കൺസെന്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അതും ഒഫൻസ് അല്ല. ഡെത്ത് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് എൻ്റെ ഇന്റൻഷൻ ഇല്ലാണ്ട് ഞാൻ വിച്ച് ഇസ് നോട്ട് നോൺ, എനിക്കറിയില്ല ഞാൻ കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് ഇത് കൈ വെച്ചിരിക്കണം, എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ബാഗ് വന്നിട്ട് പറയാണ് ഇത് കൈ വെച്ചിരിക്കണം, തിരിച്ചു വരുമ്പോൾ വാങ്ങാം. പക്ഷെ ബാഗിനകത്ത് ബോംബായിരിക്കും. അപ്പം എനിക്കറിയില്ല ബാഗിനകത്ത് ബോംബാണെന്ന്, ഞാൻ കാരണം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അറിയാതെ എൻ്റെ കൈ തരുന്നതാണ്. ദർ ഇസ് നോ ഇൻറ്റൻഷൻ ആൻഡ് നോട്ട് നോളജും ഇല്ല, ഇന്റൻഷനും ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരുന്നതാണ്. അത് above 18 years of age who has given consent ആണെങ്കിൽ whether express or implied to suffer that harm or by the reason of any harm which it may be known by the doer to be likely to cause any such person who has consented to take the risk of that harm. അപ്പോൾ ഡെത്ത് കോസ് ചെയ്യാൻ എനിക്ക് അറിയില്ല, അത് ഇന്റൻഷൻ ഇല്ല. ഡെത്തും ഹേർട്ടും കോസ് ചെയ്യാൻ എനിക്ക് ഇന്റൻഷൻ ഇല്ല, എനിക്ക് അറിയില്ല ഞാൻ കാരണം ഒരുപാട് പേർക്ക് ഡെത്തും അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാവുന്ന, അതൊരു ഒഫൻസ് അല്ല. കാരണം ബൈ ദ റീസൺ ഓഫ് എനി ഹാം, അപ്പൊ ഞാൻ കാരണം ബോംബ് വെച്ച ആൾക്കാർ മരിക്കുവാണെങ്കിൽ പോലും എനിക്ക് അറിയില്ല, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇന്റൻഷനും ഇല്ല, എനിക്ക് അങ്ങനെ നോളജും ഇല്ല. ഞാൻ അവിടെ ട്രെയിൻ കാത്ത് നിൽക്കുകയായിരുന്നു, എൻ്റെ ഒരാൾ കൊണ്ടുവന്ന് ബാഗ് വന്നു, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞു ഓക്കെ ഞാൻ നല്ല മനസ്സോട് ഞാൻ ബാഗ് വാങ്ങിച്ചു വെച്ചു, തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് ബോംബ് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് 87 നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇന്റൻഷൻ ഇല്ല, എനിക്ക് നോളജ് ഇല്ല, പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നു? ഡെത്തും ഗ്രീവിയസ് ഹേർട്ടും എൻ്റെ കൺസെന്റ് ഉള്ളതുകൊണ്ട് കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. 18 years of ഏജിലാണ് ഹു ഹാസ് ഗിവൺ കൺസെന്റ് വെദർ എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ്. ഞാൻ അല്ലെങ്കിൽ മൂളി അല്ലെങ്കിൽ ഞാൻ ഒന്നും സംസാരിച്ചില്ല, അയാൾ അവിടെ വെച്ചിട്ട് പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എക്സ്പ്രസ് ആയാലും ഇംപ്ലൈഡ് ആയാൽ പോലും ആ ഹാം സഫർ ചെയ്യുകയാണ്. ആ ഹാം കാരണം ഡൂവറിന് ഒരു പേഴ്സൺ ഉണ്ടാകുന്നെങ്കിൽ പോലും പുള്ളിക്ക് എന്ത് ചെയ്യില്ല, കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അറിയത്തുമില്ല, എനിക്ക് നോളജും ഇല്ല, ഇന്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാനാണ് ക്രൈം ചെയ്തിട്ടില്ല. സെക്ഷൻ 87 ഇതാണ് പറയുന്നത്. നമ്മുടെ എല്ലാ സെക്ഷൻസിനും, എല്ലാ ഒഫൻസിനും, എല്ലാ ക്രൈമിലും, എല്ലാ സിവിൽ കേസിലും, എല്ലാ ക്രിമിനൽ കേസിലും ഒരു കോമൺ ആയിട്ടൊരു ത്രെഡ് ഉണ്ട്, കോമൺ സെൻസ്. അപ്പൊ ഈ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കേസസും സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഈവൻ ഇഫ് അതിന് ഓഫ് നൗ ഇപ്പോൾ ഒരു ലോ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഇത് കൊണ്ട് എന്ത് ചെയ്യാം, യു ക്യാൻ ആക്ച്വലി മേക്ക് huge changes. So common sense has become rare this day. So 87-ലും ഒരു common sense ആണ്. എനിക്ക് ആ ഇന്റൻഷൻ ഇല്ല, എനിക്ക് ആ നോളജ് ഇല്ല, പിന്നെ എങ്ങനെ എനിക്ക് അത് ക്രൈം ചെയ്യാൻ പറ്റും? ക്രൈം ചെയ്യണമെങ്കിൽ നോളജും വേണം, ഇന്റൻഷനും വേണം, ആക്ട് മാത്രം പോരാ. അടുത്തത് A and Z agree to fence with each other for amusement.
ഞാനും എൻ്റെ അപ്പുറത്തെ അയൽക്കാരനും ഫെൻസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എഗ്രിമെന്റ് ഇമ്പൽസ് ദ കൺസെന്റ് ഓഫ് ഈച്ച് ടു സഫർ എനി ഹാം വിച്ച് ഇൻ കോസ് സച്ച് ഫെൻസിങ് മേ ബി കോസ് വിത്തൗട്ട് ഫൗൾ പ്ലേ. അപ്പോൾ ഇഫ് എ വൈൽ പ്ലേയിങ് ഫെയർലി ഹേർട്സ് ഇസഡ് എ കമ്മിറ്റ്സ് നോ ഫെൻസ്. എയും ഇസഡും ഒരുമിച്ചാണ് പറയുന്നത് അമ്യൂസ്മെന്റിന് വേണ്ടി നമുക്കൊരു ഫെൻസ് കെട്ടാം. അങ്ങനെ ഫെൻസ് കെട്ടി ഇസഡിന് ഞാൻ കാരണം ഒരു ഇതുണ്ടായാൽ പോലും അവിടെ ഞാൻ ഒരു കുറ്റവും ചെയ്യുന്നില്ല, കാരണം നമ്മൾ രണ്ടൊരു കൺസെന്റ് കൊടുത്തിരിക്കുകയാണ്. സെക്ഷൻ 88 ഇതാണ് നമ്മുടെ അയാളും ഞാനും തമ്മിൽ പറയുന്നത്. അതായത് ഡെത്ത് കോസ് ചെയ്യണം എന്നില്ല, പക്ഷേ പുള്ളിയുടെ ഹെൽത്തിനും ബെനിഫിറ്റിനും വേണ്ടിയിട്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇത് ഒരുപാട് ഡോക്ടേഴ്സിന് അറിയില്ല ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉള്ളത്. They can save this millions of doctors which have been tormented by the public. Nothing which is not intended to cause death is an offense by reason of any harm which it may cause or be intended by the doer to cause or be known by the doer likely to cause to any person for whose benefit is done in good faith and who has given a consent whether express or implied to suffer the harm and take the risk of that harm. Section 88 പറയുന്നത്, ഞാൻ ഇപ്പോൾ ഡോക്ടറാണ്, ഡോക്ടറിന് അറിയാം ചിലപ്പോൾ ഈ ഒരു സർജറി ചെയ്യുമ്പോൾ ഇയാൾ മരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഈ ഒരു സർജറി ചെയ്തുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ഒരു ഗുഡ് ഫ്യൂച്ചർ ഉണ്ടാകും അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാകും. അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഡെത്ത് കോസ് ചെയ്യുന്ന ഒരു ഇൻറ്റൻഷനും ഇല്ല, പക്ഷെ ഒരു ഹാം ഉണ്ടാകും, ആ ഹാം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം എന്നറിയാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നോളജ് ഇതുണ്ട്, പക്ഷെ ഇൻറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്, ഗുഡ് ഫെയ്ത്തിൽ ചെയ്തതും കൂടെയാണ്. ഇൻറ്റൻഷൻ ഇല്ല, ഗുഡ് ഫെയ്ത്ത് ചെയ്താണ്, കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. കൺസെന്റ് ഒന്നിൽ എക്സ്പ്രസ് ആയിട്ട് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ അയാളുടെ ആ ഒരു ബോഡി പെരുമാറ്റം വെച്ച് ഇംപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ചില കേസസിൽ വളരെ സാക്രിഫിഷ്യൽ ആയിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നത്. സോ ഭയങ്കര ക്രൂഷ്യലാണ് ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു ഈ ഒരു വേർഡ്. ഇംപ്ലൈഡ് എന്ന് പറയുന്നത് പുള്ളി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഉള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് നോട്ട് എൻ ഒഫെൻസ്. അപ്പോൾ ഡോക്ടേഴ്സിന് ഒരു സർജറി ചെയ്യുന്ന പറഞ്ഞാൽ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഒഫെൻസ് ബിക്കോസ് ഹി ഹാസ് ഇറ്റ്സ് എ ഗുഡ് ഫെയ്ത്ത് ടു പേഴ്സൺസ് ബെനിഫിറ്റ്. അല്ലാണ്ട് ഒരു സെക്ഷൻ ഉണ്ട്, അതായത് ആൾക്കാരെ എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇല്ലീഗൽ ഓർഗൻ ഡൊണേഷൻ, അതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 88 ശരിക്കും പറഞ്ഞാൽ it's good for the doctors. A surgeon, knowing that a particular operation is likely to cause death of Z, who suffers under the painful complaint, but not intend to cause Z's death, and intending in good faith Z's benefit, performs the operation on Z and with Z's consent, and he has not committed any offense. So this is the thing. Zന്റെ കൺസെന്റ് എപ്പോഴാണ് വരുന്നത്, 18 വയസ്സിൽ കൂടുതലാകുമ്പോഴാണ് Zന്റെ കൺസെന്റ്, ഇല്ലെങ്കിൽ ഗാർഡിയന്റെ കൺസെന്റ് വാങ്ങണം. അതാണ് 89. അപ്പോൾ 88 18 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്കും 88 അതുപോലെ തന്നെ കൺസെന്റ് കൊടുക്കാനായിട്ട് ആ പേഷ്യന്റ് വില്ലിങ് ആവുന്ന സമയത്ത്, അതായത് കൺസെന്റ് കൊടുക്കാൻ പേഷ്യന്റിനുള്ള ആ ഒരു സമയത്താണ് സെക്ഷൻ 89. കൺസെന്റ് കൊടുക്കാനായിട്ട് പേഷ്യന്റ് ഇസ് നോട്ട് അറ്റ് ദാറ്റ് മൈൻഡ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലായിരിക്കില്ല, ചിലപ്പോൾ ആക്സിഡന്റിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഗാർഡിയൻ വേണം എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ 12 വയസ്സ് കുറവുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ കൺസെന്റ് വേണം. ഏതൊരു എക്സ്പ്രസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കണം ഓഫ് ദി ഗാർഡിയൻ. ഇതിലാണ് അയാൾ ഞാൻ തമ്മിൽ വരുന്ന ആ ഒരു അമ്മയുടെ ആ ഒരു കൺസെന്റ് കൊടുത്തു എന്നുള്ളത്. Guardian or other person having lawful charge of the person is an offense by reason of any harm which it may cause, prevented to doer by the cause to be known as doer to likely to cause that person. So ഇന്നത്തോടെ ഇത് നിർത്താം. 88ഉം 89ഉം ആണ് ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ ഡോക്ടേഴ്സ് കൂടെ വരുന്ന ഒരു ഗാർഡിയന്റെ പെർമിഷനോട് കൂടി സർജറി ചെയ്യുന്നു, ആൾ മരിച്ചു പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഒഫെൻസ്, ഇറ്റ്സ് നോട്ട് എൻ ഒഫെൻസ്. സെക്ഷൻ 89 അതാണ് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബാക്കി കുറച്ച് സെക്ഷൻസ് ഉണ്ട്, അപ്പോൾ നമ്മളിന്ന് ഡീൽ ചെയ്തത് അതൊന്ന് ജസ്റ്റ് നോക്കാം. സെക്ഷൻ 81, 82, 83, 84, 85, 88 ആൻഡ് 89 ആണ് നമ്മളിന്ന് ഡീൽ ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, എഴുതി വെക്കുക. ബെയർ ആക്ട് ഉണ്ടെങ്കിൽ ബെയർ ആക്ട് വെച്ച് പഠിക്കുക, ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ IPC. So this is it. അപ്പോൾ ഇത്രയും നമ്മളിന്ന് ഡീൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. Until then, it's me. Bye bye.